ഹലോ, നമുക്കെന്നിട്ട് ചെറിയതായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയാലോ. റൗണ്ട് ഷേപ്പിലായിട്ട് ഒരു കാർഡ്ബോർഡിനെ കട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളവിടെ പശ തേച്ചല്ലോ, അവിടെ നമുക്ക് കല്ലൊട്ടിക്കാം കേട്ടോ. നിങ്ങളുടെ ഇതിൽ കൂടുതലും ഭംഗി കിട്ടാൻ എനിക്ക് തോന്നുന്നത് പുഴവക്കത്ത് കിട്ടുന്ന കല്ലില്ലേ, അതിലേറെ കുറച്ചുകൂടി ഭംഗി കൂടുന്നതാണ് എൻ്റെ നിഗമനം. കൂടായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ പോയി നോക്കിയപ്പോൾ കുറച്ച് ബേബി മെറ്റൽസ് അതെടുത്ത് കൊണ്ട് അത് ഒപ്പിക്കാൻ കരുതി. അപ്പോൾ ഞാൻ ഇത് റൗണ്ട് ഫുള്ളാക്കുന്നുണ്ട് ഈ ബേബി മെറ്റൽസ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ല് വെച്ച് റൗണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ആ മുൻഭാഗത്തായിട്ട് ഞാൻ സ്റ്റെപ്പായി 2 സ്റ്റെപ്പ് ഇടും കേട്ടോ, കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളച്ചാട്ടം കൊണ്ടുണ്ടേ, അതിന് വേണ്ടി കുറച്ച് ഉയരത്തുനിന്ന് ആയിക്കോട്ടല്ലേ വെള്ളച്ചാട്ടം, അപ്പോൾ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഭാഗത്ത് കല്ലിങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേളായിട്ടാണ് കേട്ടോ കല്ലൊട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉയരത്തി കല്ല് കിട്ടുമല്ലോ, എന്നിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ വെള്ളച്ചാട്ടം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കല്ലൊക്കെ വെള്ളച്ചാട്ടത്തിനുള്ള തയ്യാറെടുപ്പെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിയിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. സോറി, ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു. ഞാൻ വൈറ്റ് കളറും ബ്ലൂ കളറും കൂടി കൂട്ടി മിക്സ് ആക്കിയിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ വെള്ളം പോലെ തോന്നണമല്ലോ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പശാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കടലിൻ്റെ രൂപത്തിലൊക്കെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ശംഖം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടി. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വെള്ളച്ചാട്ടം വേണ്ടേ, അതുണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഗ്ലൂ ഗൺ പശ വെച്ചിട്ട് ഒരു ഷീറ്റുമ്പോൾ നമ്മൾ ഇതേപോലെ നേരെ വരയ്ക്കുക. കുറച്ച് വളഞ്ഞും തിരിഞ്ഞു നിന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കാന്ന് കരുതിക്കോളും അല്ലേ. കുറച്ച് കട്ടിയിലായിട്ട് പശയാക്കുക നല്ലത്. പറയാൻ കാരണം ഞാനിത് ഫസ്റ്റ് എടുത്തപ്പോൾ കട്ടിയില്ലാത്ത ഭാഗത്ത് ഇങ്ങനെ പൊട്ടിപ്പോരുന്ന മാതിരി തോന്നി. അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയിലായിട്ട് പശ തേക്കാക്കാം നല്ലത്. സംഭവം എങ്ങനെയുണ്ടോ കിട്ടുക. ഇനി നമുക്ക് വെള്ളച്ചാട്ടം സെറ്റാക്കി എടുക്കാം കേട്ടോ. ഈ ഭാഗത്തായിട്ടുള്ള നമ്മൾ വെള്ളച്ചാട്ടം കൊണ്ട് വിചാരിച്ചേ, ആ ഭാഗത്ത് നമ്മളവിടെ വെച്ചിട്ട് അവിടെ ഗ്ലൂ ഒന്ന് ചെറുതായിട്ട് തേച്ച് സെറ്റാക്കാം കേട്ടോ. ഞാനിത് വെച്ചതിന് ശേഷം കുറച്ച് ഗ്ലൂ അതിമ കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഇല്ലാത്ത പോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂവും കൂടി അതിമ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ എന്തോ പോലെ, അപ്പോൾ ഞാൻ 2 കല്ലും കൂടി മേളായിട്ട് വെക്കാം. അപ്പോൾ കല്ലിൻ്റെ ഉള്ളിലൂടെ വെള്ളച്ചാട്ടം വരികയാണെന്ന് തോന്നുമല്ലോ, അതേ രൂപത്തിലാക്കാൻ കരുതി. അപ്പോൾ നമ്മൾ 2 കല്ല് സെറ്റായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റിങ്ങും കൂടി ചെയ്യാണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്ലൂവും വൈറ്റും കൂട്ടിയിട്ടുള്ളൊരു പെയിൻറ്റാണ് കേട്ടോ ഈ കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചെടികളൊക്കെ വേണ്ടേ, അതിന് വേണ്ടി ഞാൻ ക്ലേ വെച്ചിട്ട് കുറച്ച് ചെടികൾ ഉണ്ടാക്കാൻ കരുതി. ചെടികളാണ് 2-3-4 ചെറിയ പുല്ലുകൾ, ഇതേപോലെ പുല്ലെന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്. ഓക്കെ, ബൈ.